ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പവിത്രനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ദൈവവാക്യത്തെ ആസ്പദമാക്കി വചനത്തിൽ നിന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? മത്തായിയുടെ സുവിശേഷം 16:26 പ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം യഥാർത്ഥത്തിൽ ഇഹലോക ജീവിതത്തിൽ എന്താണ് നേടുന്നത് എന്ന് നാം ചിന്തിക്കാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് നാം അറിയുന്ന ഒരു സത്യത്തെപ്പറ്റി വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ താൽക്കാലിക ഇഹലോക ജീവിതത്തിൽ നാം യഥാർത്ഥത്തിൽ എന്താണ് നേടിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ജനനത്തോടുകൂടി മാതാപിതാക്കളുടെ പരിപാലനത്തിൽ നാം വളരുന്നു. നാം വിദ്യാഭ്യാസം ചെയ്യുന്നു, നാം ജോലി നേടുന്നു, പണം സമ്പാദിക്കുന്നു, ഒരു വീട് ഉണ്ടാക്കുന്നു, മക്കളെ വളർത്തുന്നു, സമ്പത്ത് ഉണ്ടാക്കുന്നു, പദവികൾ നേടുന്നു, അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നു. പക്ഷേ ഒരു ദിവസം ഈ ലോകത്തിലെ നമ്മുടെ താൽക്കാലിക യാത്ര അവസാനിക്കും എന്നതാണ് സത്യം. അതെ, ഈ മൺകൂടാരം നാം വെടിയേണ്ടതായിട്ട് വരും എല്ലാവർക്കും. അപ്പോൾ നമ്മൾ സമ്പാദിച്ച പണത്തിന് നമ്മോടൊപ്പം വരുവാൻ കഴിയുകയില്ല. നമ്മുടെ വീടിന് നമ്മോടൊപ്പം വരുവാൻ കഴിയുകയില്ല. നമ്മുടെ പദവിക്ക് നമ്മോടൊപ്പം വരുവാൻ കഴിയുകയില്ല. നമ്മുടെ പ്രശസ്തി നമ്മോടൊപ്പം വരുവാൻ കഴിയുകയില്ല. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൽ നാം നേടിയ സർട്ടിഫിക്കറ്റുകൾക്ക് യാതൊരു വിലയുമില്ലാതാകും ആ ദിനം. യഥാർത്ഥത്തിൽ നാം നേടിയതും സ്വരൂപിച്ചതുമായ സർവ്വതും നമ്മളെ അനുഗമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ശേഷിക്കുന്നത് ഒരു ചോദ്യം മാത്രം: എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ടാണ് യേശുക്രിസ്തു ചോദിച്ചത്, മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? മത്തായിയുടെ സുവിശേഷം 16:26 നാം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നതാണ്. ഒന്ന്, ഒരു ചെറിയ ജീവിത ചിന്ത നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യൻ ജീവിതം മുഴുവൻ വലിയ സമ്പത്ത് സമ്പാദിച്ചു എന്ന് ചിന്തിക്കുക. വലിയ വീട് വെച്ചു, നല്ല വാഹനമുണ്ട്, ഏറ്റവും വില കൂടിയ വാഹനം, ബാങ്കിൽ പണം ആവശ്യത്തിലധികം, ബിസിനസ്സുണ്ട്, സമൂഹത്തിൽ ബഹുമാനമുണ്ട്, എല്ലാവരും അവനെ വിജയിച്ച മനുഷ്യനെന്ന് വിളിച്ചു. പക്ഷേ രാത്രിയിൽ ആ വ്യക്തിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഇത് മറ്റാർക്കും അറിയില്ല. പക്ഷേ ആ വ്യക്തി, എല്ലാവരും വിജയിച്ചു എന്ന് പറഞ്ഞ വ്യക്തി, രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയുന്നില്ല. പലർക്കും സംഭവിക്കുന്ന കാര്യമാണ്. എന്താണ് ഭയം അദ്ദേഹത്തെ? പണം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം അദ്ദേഹത്തിനുണ്ട്. ബിസിനസ് തകരുമോ എന്ന ഭയമുണ്ട്. മറ്റൊരാൾ തന്നേക്കാൾ മുന്നിലെത്തുമോ എന്ന ഭയമുണ്ട്. ഇനിയും കൂടുതൽ വേണമെന്ന ആഗ്രഹം. ആരെയും പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. അതുപോണക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോകുവാൻ ഭയപ്പെടുന്ന ഒരവസ്ഥ. ആ വ്യക്തിയുടെ അവസ്ഥ നാം നോക്കിയാൽ, പുറത്ത് ബാഹ്യമായി നാം നോക്കിയാൽ പുറത്ത് സമ്പത്തുണ്ട്, ബാഹ്യമായ അദ്ദേഹത്തിന് സമ്പത്തുണ്ട്. പക്ഷേ അകത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭയമാണ്. ബാഹ്യമായി അദ്ദേഹത്തിന് പുഞ്ചിരിക്കുന്നുണ്ട്, പക്ഷേ അകത്ത് സമാധാനമില്ലായ്മയാണ്. പുറത്ത് വിജയായ മനുഷ്യൻ എന്ന് ലോകം പറയുമ്പോൾ അകത്ത് തകർന്ന ഹൃദയമാണ് അദ്ദേഹത്തിനുള്ളത്. പുറത്ത് നല്ല കുടുംബജീവിതം നയിക്കുന്നു എന്ന ചിന്ത മറ്റുള്ളവർ പറയുമ്പോൾ അകത്ത് ശിഥിലിച്ച കുടുംബജീവിതം, കുടുംബത്തിൽ സമയം ചിലവഴിക്കുവാൻ അദ്ദേഹത്തിന് സാധ്യമായി തീരുന്നില്ല. ബിസിനസ്സിലും മറ്റു കാര്യങ്ങളിലും തൽപരതയുള്ളതുകൊണ്ട്. ഇതാണ് പലപ്പോഴും ലോകം തരുന്ന വിജയത്തിൻ്റെ ചിത്രം. കാരണം സമ്പത്ത് ഹൃദയത്തിന്
സമാധാനം ഉറപ്പ് നൽകുന്നില്ല. തിരുവചനത്തിൽ സങ്കീർത്തനം 49 അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കൂടി ധനത്തിലും ഈ ഭൂമിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന സകലത്തിലും ആശ്രയിക്കുന്നതിൻ്റെ നിഷ്ഫലത്വത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. എല്ലാം നിഷ്ഫലമെന്ന് തിരുവചനം സ്പഷ്ടമായി പറയുന്നു. ധനസമൃദ്ധിയിലും ലൗകിക ഉല്ലാസങ്ങളിലും കീർത്തിയിലും ജീവിക്കുന്ന ഒരുവൻ നശിച്ചു പോകുമെന്ന് മക്കളുടെ വ്യക്തിയോട് പറയുന്നുണ്ട്. യേശുക്രിസ്തു ഇപ്രകാരം ഉപദേശിച്ചു: പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവീൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. മത്തായി സുവിശേഷം 6:19-21 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് വളരെ വ്യക്തതയോട് പറഞ്ഞ കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 12:15 യേശു ക്രിസ്തു പറഞ്ഞു. കർത്താവ് യേശു ക്രിസ്തു ആരെന്ന് അറിയുന്നവർ ആ വാക്കുകൾക്ക് വില കൽപ്പിക്കുകയും അത് ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യും. രണ്ടാമതായിട്ട്, സ്വാർത്ഥത ഒരിക്കലും സംതൃപ്തി നൽകുന്നില്ല. സ്വാർത്ഥത ഒരിക്കലും സംതൃപ്തി നൽകുകയില്ല. ബൈബിൾ പറയുന്നു, മനുഷ്യൻ്റെ ജീവൻ അവൻ്റെ വസ്തുവകകളുടെ പെരുപ്പത്തിലല്ല. ലൂക്കോസ് 12:15 അതാണ് പറയുന്നത്. ഇന്ന് നമുക്കുള്ളതിൽ സംതൃപ്തരാകാതെ ഇനിയും വേണം, ഇതും വേണം, അവനേക്കാൾ എനിക്ക് കൂടുതൽ വേണം എന്ന ചിന്ത നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ സ്വാർത്ഥത നമ്മുടെ ഹൃദയത്തിലെ സമാധാനം കവർന്നെടുക്കും. ഒരു വസ്തു കിട്ടുമ്പോൾ സന്തോഷം, കുറച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ നല്ലത് വേണമെന്നുള്ള ആഗ്രഹം, അത് കിട്ടിയാൽ വീണ്ടും മറ്റൊന്ന് വേണം. അങ്ങനെ മനുഷ്യൻ ഈ അല്പകാല ജീവിതം മുഴുവൻ ഇനിയും വേണം എന്ന ഓട്ടത്തിലാണ് അനുദിനം. പക്ഷേ ഒരിക്കലും പറയുന്നില്ല, ഇപ്പോൾ എനിക്ക് മതിയാകുന്നു. അതുകൊണ്ടാണ് യഥാർത്ഥ സംതൃപ്തി വസ്തുക്കളിൽ അല്ലെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. അനേകായിരങ്ങൾ ഈ തിന്മയെ പിന്തുടർന്ന് തങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മൂന്നാമതായിട്ട്, തിന്മയുടെ വഴിയിലൂടെ നടക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും യഥാർത്ഥ രക്ഷയില്ല. പ്രിയരെ, നമുക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാം. തിന്മയിലൂടെ ലഭിക്കുന്ന വിജയം യഥാർത്ഥ വിജയമല്ല. വഞ്ചനയിലൂടെ കിട്ടിയ പണം, അനീതിയിലൂടെ നേടിയ പദവി, മറ്റുള്ളവരെ വേദനിപ്പിച്ച് നേടിയ നേട്ടം, സ്വാർത്ഥതയിലൂടെ നേടിയ സമ്പത്ത്, ഇവയൊന്നും ദൈവത്തിൻ്റെ മുമ്പിൽ യഥാർത്ഥ സമ്പത്തല്ല. സദൃശവാക്യങ്ങൾ 14:12 പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യന് ചൊവ്വായി തോന്നുന്ന ഒരു വഴിയുണ്ട്, അതിൻ്റെ അവസാനം മരണവഴികൾ തന്നെ. മനുഷ്യന് ചൊവ്വായി തോന്നുന്ന ഒരു വഴിയുണ്ട്, അതിൻ്റെ അവസാനം മരണവഴികൾ തന്നെ. ലോകം പറയാം ഇതാണ് വിജയത്തിൻ്റെ വഴിയെന്ന്. പക്ഷേ ദൈവം ചോദിക്കുന്നു, ഇത് നീതിയുടെ വഴിയാണോ? ലോകം കൈയടിച്ചാലും ദൈവം അംഗീകരിക്കാത്ത വഴി നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുകയില്ല എന്ന് ഓർക്കണം. യേശു പറഞ്ഞു, ഞാനാണ് വഴി, സത്യവും ജീവനും. യോഹന്നാൻ സുവിശേഷം 14:6 പറഞ്ഞിരിക്കുന്നു. രക്ഷ ഒരു ഇഹലോകത്തിൻ്റെ സമ്പത്തല്ല. രക്ഷ എന്നത് ഇഹലോകത്തിലെ ഒരു പദവിയല്ല. രക്ഷ ഒരു വാക്കുകളിൽ കൂടി പ്രകടമാക്കുന്ന വാക്കല്ല. രക്ഷ ഒരുവൻ വിശ്വാസത്തിലൂടെ കൃപയാൽ യേശുക്രിസ്തുവിലുള്ള നിത്യജീവനാണ്. നാലാമതായിട്ട്, ലോകത്തിൻ്റെ സമാധാനവും ക്രിസ്തുവിൻ്റെ സമാധാനവും എന്ത്? ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് എന്താണ്? സമാധാനം. പക്ഷേ പലരും സമാധാനം തെറ്റായ സ്ഥലത്ത് അന്വേഷിക്കുന്നു. പണം കിട്ടിയാൽ സമാധാനം വരുമെന്ന് ചിലർ കരുതുന്നു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചാൽ സമാധാനം വരുമെന്ന് മറ്റു ചിലർ കരുതുന്നു. എല്ലാവരും തന്നെ അംഗീകരിച്ചാൽ സമാധാനം വരുമെന്ന് വേറെ ചിലർ കരുതുന്നു. പക്ഷേ യേശു പറഞ്ഞു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. യോഹന്നാൻ സുവിശേഷം 14:27 നാം വായിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ സമാധാനം സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം
ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഓർക്കണം. പ്രശ്നങ്ങൾ ഉണ്ടായാലും സമാധാനമാണ് ക്രിസ്തു കൂടെയുണ്ടെങ്കിൽ. കഷ്ടതയുണ്ടായാലും പ്രത്യാശയുണ്ടാകും ക്രിസ്തു കൂടെയുണ്ടെങ്കിൽ. കണ്ണുനീരുണ്ടായാലും വിശ്വാസം വർദ്ധിക്കും ക്രിസ്തു കൂടെയുണ്ടെങ്കിൽ. കാരണം സർവശക്തനായ ദൈവം എപ്പോഴും നമ്മളോട് കൂടെയുണ്ടെന്നുള്ള ആത്മവിശ്വാസം നമ്മളെ അനുദിനം ശക്തിയോടെ വഴി നടത്തും. അഞ്ചാമത്, നീതിയുടെ വഴിയിൽ നടക്കുന്നവർ യഥാർത്ഥത്തിൽ ദരിദ്രരല്ല. ലോകത്തിൻ്റെ കണക്കിൽ ഒരാൾ ദരിദ്രനായിരിക്കാം. വലിയ വീടില്ല, വലിയ ബാങ്ക് ബാലൻസ് ഇല്ല, വലിയ പദവിയില്ല, നല്ലൊരു വീടില്ല, ഒരു കുടിലായിരിക്കാം. പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ദരിദ്രൻ അല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഒന്നുമില്ലാത്തവരായിട്ടും സകലവും ഉള്ളവരായിട്ട് തങ്ങൾ കരുതുന്നു. 2 കൊരിന്ത്യർ 6:10 പറയുന്നു. എന്തുകൊണ്ട്? കാരണം ക്രിസ്തുവാണ് അവൻ്റെ സമ്പത്ത്. അവന് ദൈവത്തിൽ നിത്യപ്രത്യാശയുണ്ട്, അവന് പ്രാർത്ഥനയുണ്ട്, അവന് സമാധാനമുണ്ട്, അവന് നിത്യജീവൻ്റെ പ്രത്യാശയുണ്ട്. ലോകം എല്ലാം എടുത്തു കളഞ്ഞാലും ക്രിസ്തുവിനെ ആരും അവനിൽ നിന്ന് എടുത്തു കളയാൻ ഒരിക്കലും സാധിക്കുകയില്ല. തിരുവചനത്തിൽ അതുകൊണ്ടാണ് പറയുന്നു, ദൈവത്തെയും അവൻ്റെ രാജ്യത്തെയും അന്വേഷിക്കണമെന്ന്. മത്തായിയുടെ സുവിശേഷം 6:33 പറയുന്നു. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നു. ലൂക്കോസ് 12:31 പറയുന്നു, അവൻ്റെ രാജ്യം അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതും കിട്ടുമെന്ന്. ആറാമതായിട്ട്, നമ്മുടെ ചിന്തകൾ ദൈവത്തിന് ഏൽപ്പിക്കാം. പ്രിയരെ, നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ നാളെ അറിയുന്ന, അടുത്ത നമ്മുടെ ജീവിതത്തിൻ്റെ നിമിഷത്തെ അറിയുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. 1 പത്രോസ് 5:7 പറയുന്നു, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ, അവൻ നിങ്ങൾക്കായി കരുതുന്നുണ്ട്. എത്ര വലിയ ആശ്വാസമാണ് ഈ വാക്കുകൾ! ഇത് സത്യവുമാണ്, യാഥാർത്ഥ്യവുമാണ്. അത് അനുഭവിച്ചെറിഞ്ഞവർ അത് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാറുണ്ട്. തങ്ങളുടെ ജീവിതത്തെ അപ്രകാരം കരുതി നയിക്കുന്നവരുണ്ട്. നമ്മുടെ കുടുംബത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന മക്കളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ ഭാവിയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ ഭയങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ കണ്ണുനീരും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കാരണം നമ്മുടെ കൈകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്തിടത്തും ദൈവത്തിൻ്റെ കൈകൾ എത്തുന്നു. അവൻ്റെ കണ്ണുകൾ സർവവും ദർശിക്കുന്നു. സങ്കീർത്തനം 23:4, ഞാൻ മരണനിഴലിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, എന്തുകൊണ്ടെന്നാൽ നീ എന്നോട് കൂടെ ഉണ്ടല്ലോ എന്ന് വ്യക്തതയോടുകൂടി പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഏഴാമതായിട്ട്, യഥാർത്ഥ സമ്പത്ത് നിത്യജീവനാണ് എന്ന് മനസ്സിലാക്കുക. ലോകത്തിലെ എല്ലാം താൽക്കാലികമാണ്. ലോകത്തിലെ സർവ്വതും താൽക്കാലികമാണ്. ഇന്ന് ഉള്ളത് നാളെ ഇല്ലാതാകാം. പണം നഷ്ടപ്പെടാം, വീട് നഷ്ടപ്പെടാം, ആരോഗ്യം നഷ്ടപ്പെടാം, പദവി മാറാം. പക്ഷേ ദൈവം നൽകുന്ന നിത്യജീവൻ ഒരിക്കലും അവസാനിക്കുന്നതല്ല. യോഹന്നാൻ 3:16, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതെന്ന് എന്ന് തിരുവചനത്തിൽ പറയുന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം പ്രാപിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ലോകം മാത്രം നേടാൻ ഓടരുത്. ലോകത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. വിശ്വസ്തയോടുകൂടി ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യണം. ദൈവീയ മാർഗത്തിൽ കുടുംബത്തെ സംരക്ഷിക്കണം, നയിക്കണം. ദൈവത്തിൽ അർപ്പിതമായ നല്ല ജീവിതം നയിക്കണം. പക്ഷേ അതിനിടയിൽ ആത്മാവിൻ്റെ രക്ഷയെ മറന്നു കളയരുത്. ലോകത്തിലേക്ക് നമ്മുടെ മനസ്സ് വയ്ക്കരുത് എന്ന് അർത്ഥം. എട്ടാമതായി, ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യം, പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നത് പോലെ നമുക്ക് ചോദിക്കാം. നിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്രയുണ്ട് എന്ന് ദൈവം ചോദിക്കുകയാണ് എന്നതിനേക്കാൾ നിൻ്റെ ഹൃദയത്തിൽ ഞാൻ എത്രമാത്രമുണ്ട് എന്ന് ദൈവം ചോദിക്കും. ദൈവം ചോദിക്കുന്നത് നിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്രയുണ്ട് എന്നല്ല, നിൻ്റെ ഹൃദയത്തിൽ ഞാൻ എത്രമാത്രമുണ്ട്. നിനക്കെത്ര സമ്പത്തുണ്ട് എന്നതിനേക്കാൾ
നിനക്ക് നിത്യജീവൻ്റെ പ്രത്യാശയുണ്ടോ മകനെ മകളെ എന്ന് ചോദിക്കുന്ന ചോദ്യം നമുക്ക് ശ്രവിക്കാം. ലോകം നിന്നെ ബഹുമാനിക്കുന്നുണ്ടോ എന്നതിനേക്കാൾ നീ എൻ്റെ മുൻപിൽ നീതിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം നാം നമ്മോട് ചോദിക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന ഓരോരുത്തരും ഒരു നിമിഷം സ്വന്തം ഹൃദയത്തിലേക്കൊന്ന് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ നേടിയതെവിടെ? എല്ലാം ഒരു സ്വപ്നം പോലെ കടന്നുപോയില്ലേ? നാളെപ്പറ്റി നമുക്കറിയില്ല, ഈ നിമിഷം മാത്രമേ നമുക്കറിയൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ പല കാര്യങ്ങളും ശരിയായെന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഒരു കാര്യം ശരിയല്ലെങ്കിൽ, നമ്മുടെ ദൈവബന്ധം ശരിയല്ലെങ്കിൽ, നാം ദൈവമായിട്ടുള്ള ആ ബന്ധം ശരിയല്ല എങ്കിൽ, അപ്പോൾ മറ്റെല്ലാം ശരിയായിരുന്നാലും എന്താ പ്രയോജനം? യേശു വീണ്ടും ചോദിക്കുന്നു, മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? സഹോദരരെ, നാം ലോകം മുഴുവൻ നേടിയാലും നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്. സഹോദരികളെ, നമ്മൾ എല്ലാവരുടെയും സ്നേഹം ലഭിച്ചാലും ദൈവത്തിൻ്റെ സ്നേഹം മറക്കരുത്. നിനക്ക് വലിയ സമ്പത്ത് ലഭിച്ചാലും നിത്യജീവൻ നഷ്ടപ്പെടുത്തരുത്. ഇന്ന് ഓരോ വ്യക്തിയും ദൈവത്തോട് പറയാം, കർത്താവേ, ലോകം നൽകുന്ന താൽക്കാലിക കാര്യങ്ങളെക്കാൾ അങ്ങയെ ഞാൻ വിലമതിക്കുന്നു. എൻ്റെ സ്വാർത്ഥത നീക്കണമേ. എൻ്റെ ഹൃദയത്തിലെ ആകുലത നീക്കണമേ. നീതിയുടെ വഴിയിൽ അടിയനെ നടത്തണമേ. എൻ്റെ ജീവിതം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവേ. എനിക്ക് നിത്യജീവൻ്റെ വഴിയിൽ നടക്കുവാൻ കൃപ തരണമേ. അവസാനമായി യേശുവിൻ്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർക്കാം. മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? അതുകൊണ്ട് ലോകത്തേക്കാൾ ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കാം. സ്വാർത്ഥതയേക്കാൾ സ്നേഹത്തെ തിരഞ്ഞെടുക്കാം. ആകുലതയേക്കാൾ വിശ്വാസത്തെ തിരഞ്ഞെടുക്കാം. തിന്മയുടെ വഴിയേക്കാൾ നീതിയുടെ വഴിയെ തിരഞ്ഞെടുക്കാം. താൽക്കാലിക സമ്പത്തിനേക്കാൾ നിത്യജീവനെ തിരഞ്ഞെടുക്കാം. കാരണം അവസാനം നമുക്ക് ലോകത്തിൽ എത്ര ഉണ്ടായിരുന്നു എന്നല്ല പ്രധാനപ്പെട്ടത്, നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. ദൈവം നമ്മെ എല്ലാവരെയും ലോകത്തിൻ്റെ താൽക്കാലിക കാര്യങ്ങളിൽ കുടുങ്ങാതെ ക്രിസ്തുവിൽ യഥാർത്ഥ സമാധാനവും നിത്യജീവനും കണ്ടെത്തുവാൻ ഇടവരട്ടെ. നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം തൻ്റെ ചിറകിൻ കീഴിൽ ലോകത്തിൻ്റെ വശ്യതയിൽ നിന്നും കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമീൻ.